ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഞാനിത് അവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും കുറച്ച് ദിവസത്തിന് ശേഷം വ്ളോഗായിട്ട് വന്നിരിക്കുക കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം ഇന്ന് നമ്മുടെ വാവയുടെ 28 സത്യം പറഞ്ഞാൽ നമുക്കിവിടേക്ക് കോഴിക്കോട് ഭാഗത്തേക്കൊന്നും അങ്ങനെ 28 നമുക്കില്ല കേട്ടോ. ചിലർ 28 കഴിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. 28നായിരിക്കും നൂല് കിട്ടുക, സ്വർണ്ണത്തിന് അരഞ്ഞാണിടുക, അങ്ങനെ ഒരുപാട് ചടങ്ങായിട്ട് ചെയ്യും കേട്ടോ. പക്ഷെ നമുക്കിവിടെ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് വാവയ്ക്ക് എന്താ പറയുക, കരിവെള്ളം ഇടും, പിന്നെ പൊട്ട് കുത്തും, പിന്നെ കണ്ണെഴുതും, പിന്നെ തൊട്ടിലിടും കേട്ടോ. തൊട്ടിലിടുന്നത് അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ ഞാനിന്ന് തൊട്ടിലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ തൊട്ടിലിടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് 28 ദിവസമായിട്ടോ. ശരിക്കും പറഞ്ഞാൽ എത്ര പെട്ടെന്ന് 28 എനിക്കിനി വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ എങ്ങാനും ഞാൻ പ്രസവിച്ചൊരു ഫീലാട്ടോ. അപ്പോൾ എൻ്റെ കുളിയൊന്നും തുടങ്ങിയിട്ടില്ല, കാരണം എനിക്ക് സെക്ഷൻ ആയതിനെ കൊണ്ട് ഞാൻ കുളിച്ചിട്ട് ഡോക്ടറിനോട് കുളിക്കേണ്ട, അങ്ങനെയല്ല എണ്ണ തേച്ചിട്ടുള്ള കുളി വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ റിസ്ക് എടുത്തില്ല. കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് അതിനോട് കുളിക്കാമല്ലോ. അപ്പോൾ ഇന്ന് 28. ഇന്നലെ ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. വാവ നന്നായിട്ട് ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയായിരുന്നു, കണ്ണ് തുറന്ന് ഇങ്ങനെ കിടക്കുക. അവൾക്ക് ഇങ്ങനെ പാലിൽ വീഴുന്ന കരയുക. അപ്പം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പം നേരം വൈകിട്ടാണ് എഴുന്നേറ്റത്. നേരത്തെ എഴുന്നേൽക്കാൻ വിചാരിച്ചാൽ കേട്ടോ, പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോൾ വാവേനെ ഇപ്പോൾ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. കുളിപ്പിക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കാരണം നമുക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. അവളെ കുളിപ്പിച്ച് കൊണ്ടുവരട്ടെ. എന്നിട്ട് അവൾക്ക് കണ്ണൊക്കെ എഴുതി അവളെ ഭംഗിയാക്കിയിട്ട് ഞാൻ കുളിക്കാൻ പോവുള്ളൂ. അവളെ ഉറക്കിയിട്ടേ കുളിക്കാൻ പോവുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഞാൻ നേരത്തെ കയറി കുളിക്കുന്നില്ല. അപ്പോൾ ഇന്ന് 28. അപ്പോൾ 28ൻ്റെ ബാക്കി ചെറിയ വിശേഷങ്ങളാട്ടോ. നമുക്കങ്ങനെ വലിയ ഗ്രാൻഡായിട്ടുള്ള ഫങ്ഷൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ബ്രഷ് ചെയ്യട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അവളെ കുളിപ്പിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ പകുതി ഇന്ന് സെറ്റായിരിക്കട്ടെ കേട്ടോ. ഇപ്പം ഞാൻ എത്രയോ വൈകിട്ടാട്ടോ രാവിലെ എഴുന്നേൽക്കാറുള്ളത്. ഒരു 9:30, 10 മണി, 10:30 ആ ടൈമൊക്കെ ആവും എഴുന്നേൽക്കാൻ. വേറെ ഒന്നുമല്ല, വാവ രാത്രി അങ്ങനെ ഉറങ്ങാറില്ല കേട്ടോ. അവളുടെ ഉറക്കം പൂച്ചുറക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്ക് എഴുന്നേക്കും, ഇടയ്ക്ക് ഉറങ്ങും, അങ്ങനെയാണ്. ഇടയ്ക്ക് എഴുന്നേറ്റ് പാൽ കുടിക്കുമ്പോൾ നമ്മളെ ഉറക്കം ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എത്രയും ലേറ്റായിട്ടാണ് അപ്പോൾ രാവിലെ എഴുന്നേൽക്കാറുള്ളത്. സ്വന്തം വീട്ടിൽ കൊണ്ട് നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ലല്ലോ. അപ്പം ഞാൻ എന്താ ബ്രഷൊക്കെ ചെയ്തു, ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഇനി വാവേനെ അപ്പോഴത്തേക്കും വാവന് കുളിപ്പിക്കാൻ ഒരു ചേച്ചി വരുന്നുണ്ട്. അപ്പോൾ അവർ കുളിപ്പിച്ച് എൻ്റെ കൈമ കൊണ്ടുതരും. കുളിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാട്ടോ തൊട്ടിൽ ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ ജനലിൻ്റെ മുകളിൽ ഹാങ് ചെയ്യുന്ന തൊട്ടിലാട്ടോ. നല്ല കംഫർട്ടബിളാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയൊന്നല്ല, നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയ ഒരു പ്രൊഡക്റ്റാട്ടോ. അടിപൊളി സാധനമാണ്. അപ്പോൾ തൊട്ടിലിവിടെ സെറ്റാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നു കേട്ടോ, വാവേനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏട്ടനും വാവയും കൂടി കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് സമയം പോയിട്ടോ. സമയത്ത് ഞാനിങ്ങനെ കുളിക്കാനുള്ള ഒരുക്കത്തിലൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് ഏട്ടൻ വരുമ്പോൾ ഇങ്ങനെ വാവിനെ എടുത്തുകൊണ്ട് കിടക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ട് കിടക്കാൻ. ഇപ്പം അവൾ ഭയങ്കരമായിട്ട് അടവ് പഠിച്ചു വരുന്നുണ്ട്. ഒട്ടും താഴെ കിടക്കില്ല. അവളിങ്ങനെ ആരെങ്കിലും എടുത്ത് ഇങ്ങനെ നടക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും നിനക്ക് തന്നെ അത് ബുദ്ധിമുട്ടാവും എന്ന് എല്ലാവരും പറയും കേട്ടോ. ഇപ്പം ചാരുടീൻ്റെ മെയിനായിട്ടുള്ള പരിപാടി ഇതാണ് കേട്ടോ. വാവയ്ക്ക് തൊട്ടിൽ കെട്ടിയതിന് ശേഷം അവളെ തൊട്ടിൽ കിടത്തിയിട്ടുണ്ടെങ്കിൽ അവൾ എവിടെ നിന്നായാലും ഓടി വന്ന് ഇങ്ങനെ ആട്ടിക്കൊടുക്കും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും വിചാരിക്കും അവളെ ആട്ടട്ടെ, അവൾക്ക് അവളുടെ അനിയത്തിൻ്റെ മുകളിലല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം ഞാൻ അടുത്തുണ്ടാവും കേട്ടോ. അവളിങ്ങനെ തൊട്ടിലാട്ടുമ്പോൾ ഞാൻ എന്തായാലും അടുത്ത് നിൽക്കാറുണ്ട്. അപ്പോൾ വാവയ്ക്ക് ഇപ്പം ഇന്ന് 28 കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് കൺമഷി എഴുതുകയാണ്. ഞാൻ ശ്രീദേവിയും ആയുർവേദ ആ ഒരു കൺമഷിയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഷോർട്സായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കാജലാണ്, നല്ല കൺമഷി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എഴുതി നോക്കിയപ്പം വലിയ ഒരു ബുദ്ധിമുട്ടുമില്ല, എരിച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെപ്പോഴും കുഞ്ഞുങ്ങൾക്ക് എഴുതുമ്പോൾ ആദ്യം എഴുതി നോക്കണമല്ലോ. അപ്പോൾ ഞാനൊന്ന് എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല കട്ടിക്കറുപ്പാട്ടോ, എനിക്കതാ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം കണ്ണിനുള്ളിൽ ഞാൻ എഴുതാറില്ല കേട്ടോ. പുരിക എഴുതി കൊടുക്കും, അതുപോലെ പൊട്ട് കുത്തി കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇപ്പം അങ്ങനെ കണ്ണിൻ്റെ ഉള്ളിൽ എഴുതാൻ പാടില്ല എന്നൊക്കെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് തന്നെ ഞാൻ അങ്ങനെ എഴുതാറില്ല. പക്ഷേ വാവനെ കുളിപ്പിക്കാൻ വരുന്ന ചേച്ചി പറയും ഇങ്ങനെ എഴുതി കൊടുക്കണം, എഴുതി കൊടുത്താലേ കണ്ണ് ശരിയാവുള്ളൂ. അതൊക്കെ ശരിക്കും ഉള്ളതാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ ചാരുട്ടീനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവളത് എനിക്ക് ഭയങ്കര ഒരു പേടി പോലെ തോന്നുന്നു. ഒരു ദിവസം ചേച്ചി എന്നെ കറക്റ്റ് ഇങ്ങനെ കണ്ണിൽ കൂടെ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹലോ, അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞു കേട്ടോ. മോള് നല്ല ഉറക്കമാണ്, അവൾ കുളിയൊക്കെ കഴിഞ്ഞു.
അപ്പോൾ അവൾക്ക് കൺമിഷൻ എഴുതി കൊടുത്തു. കൺമിഷൻ ഞാൻ കണ്ണിനുള്ളിലേക്ക് എഴുതിയില്ല കേട്ടോ, കാരണം എനിക്ക് പേടി. ഇപ്പം ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ടല്ലോ കണ്ണിനുള്ളിൽ അങ്ങനെ കൺമിഷൻ യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഒരു ചടങ്ങായതിനെക്കൊണ്ട് കണ്ണെഴുതണം എന്നുള്ളതിനെ കൊണ്ട് തന്നെ ഞാൻ കുരുകി എഴുതി കൊടുത്തു, പൊട്ട് കുത്തി കണ്ണിൽ ജസ്റ്റ് വാലിട്ട് കൊടുത്തു കേട്ടോ. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് പേടിയാട്ടോ. അപ്പോൾ പിന്നെ തൊട്ടിൽ കിടത്തൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ 28 അങ്ങനെ സിമ്പിളായിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പാലൂടിയാണ് മെയിനായിട്ടുള്ളത്. 28 നമ്മൾ അത്ര നല്ല ഇതിലൊന്നും ചെയ്യാറില്ല, സാധാരണ നമ്മളാരും ഇവിടെ ആരും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ വേറെ ആൾക്കാർ, നായന്മാർ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അവരൊക്കെയാണ് 28 ആക്കാറുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ മോൾ ഉറങ്ങുകയാണ്. ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ പോയി ഫുഡ് കഴിക്കട്ടെ. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയം കേട്ടോ. കുളിച്ച് വന്ന് അപ്പം ഫുഡ് കഴിക്കാറുണ്ട്. അപ്പം ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നൊക്കെ ഒരു വീഡിയോ വേറെ തന്നെ ചെയ്യാം കേട്ടോ, ആഫ്റ്റർ ഡെലിവറി. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാൻ പറ്റില്ല, സെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഓയിലി ഫുഡ് ഒരുപാടുള്ള അങ്ങനത്തൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാറുള്ളത്. അപ്പോൾ ഞാനിനി സമയം കളയുന്നില്ല, വേഗം പോയി ഫുഡ് കഴിക്കട്ടെ, അല്ലെങ്കിൽ അവൾ നീറ്റ് എന്നെ സമ്മതിക്കില്ല ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇനി അത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും വിശേഷം ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. വാവാച്ചി നല്ല ഉറക്കമാണ്. ഈ ഒരു ബെഡ് അതും നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയല്ല കേട്ടോ, നമ്മൾ ഇതേപോലെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. ഓൺലൈനിൽ വാങ്ങുമ്പോൾ എങ്ങനെയാണ് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും നമുക്ക് അറിയാത്തതിനെ കൊണ്ട് തന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് കേട്ടോ വാങ്ങിച്ചത്, ഇതും. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. വൈകുന്നേരം ഇപ്പം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നല്ല മഴ ആയതിനെ കൊണ്ട് തന്നെ നല്ല വൈകുന്നേരം ഇങ്ങനെ കൊലായിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം ഞാനും ചാരൂട്ടിയും വാവയും അമ്മയും എല്ലാവരും കൂടി കൊലായിൽ വന്ന് കുറച്ചേരം ഇരുന്നുണ്ടായിരുന്നു. ഇപ്പം 28 ആയതുകൊണ്ട് നമുക്കിനി വാവേനെ പുറത്തേക്കൊക്കെ ഇറക്കാൻ പറ്റും, എനിക്കും പുറത്തേക്ക് വരാനൊക്കെ പറ്റും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം കൊലായിൽ ഇങ്ങനെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. നല്ല രസം, നല്ല ക്ലൈമറ്റ് ആട്ടോ. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ക്ലൈമറ്റ്. ഞാനും ഇങ്ങനെ കുറച്ച് നേരം ഇതിലൂടെയൊക്കെ നടന്നു. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ, 28 വ്ളോഗ് എടുക്കണം എന്നൊരാഗ്രഹം തോന്നി, അങ്ങനെ എടുത്തൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഹലോ. അപ്പോൾ വാവ അകത്ത് ഉറങ്ങുകയാണ് കേട്ടോ. ഇപ്പം ഞാനും ചാരിറ്റിയും വൈകുന്നേരം നല്ല മഴയാണ് ഇവിടെ. അപ്പം കൊലായിൽ വന്നാൽ കേട്ടോ, 28 ആയതിനെ കൊണ്ട് നമുക്കിനി കൊലായിലേക്കൊക്കെ വരാൻ പറ്റും, വാവേനെയും കൊലായിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് വിചാരിച്ചു ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്തില്ലല്ലോ എന്ന്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ 28 അവിടെ കഴിഞ്ഞു. ഇനി 1 മാസമായി നമ്മുടെ ഭാവിക്ക്, 2 ദിവസം കഴിഞ്ഞാൽ 1 മാസമായി. അപ്പോൾ അത്ര പെട്ടെന്നല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ചാരുട്ടി ആര് പറ.